ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്താണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ സ്കൂട്ടർ വിറ്റതിൻ്റെ പ്രശ്നങ്ങളും സങ്കടങ്ങളും അങ്ങനെ കുറേ അധികം കാഴ്ചകളായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. എന്താണെങ്കിലും സ്കൂട്ടർ അച്ഛൻ കൊണ്ടുവന്ന് തന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർത്ത് നിൽക്കുന്ന അഞ്ജലിയോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട്. കുറച്ചധികം സംഭവവികാസങ്ങൾ തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് വന്ന വീക്കെൻഡ് പ്രൊമോയിൽ ആദ്യം കാണുന്ന സീൻ എന്ന് പറയുന്നത് തന്നെ അഞ്ജലിയും ജാഫർ, അതായത് ഇപ്പോൾ CI ആയി മാറിയിരിക്കുന്ന ജാഫറും കൂടിയിട്ട് പദ്മയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുന്ന സീനാണ് ആദ്യം പ്രൊമോയിൽ നമ്മൾ കണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് പദ്മയെ, എനിക്ക് തോന്നുന്നു പദ്മ ആ സൂപ്പർ മാർക്കറ്റിൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ വെച്ച് തന്നെ പദ്മ അഞ്ജലിയുടെ മുമ്പിൽ തന്നെ വന്ന് ചാടും എന്നാട്ടോ നമുക്ക് തോന്നുന്നത്. കാരണം അഞ്ജലിയെയും ജാഫറിനെയും കണ്ടിട്ട് ഒളിച്ച് നിൽക്കാൻ ശ്രമിക്കുന്ന പദ്മയെ നമുക്ക് പ്രൊമോയിൽ കാണാം. പക്ഷെ എനിക്ക് തോന്നുന്നു എന്താണെങ്കിലും പദ്മ അഞ്ജലിയുടെ മുമ്പിൽ തന്നെ വന്ന് ചാടുമായിരിക്കും കേട്ടോ. അപ്പോൾ പദ്മയെ ഒളിപ്പിച്ചത് നമ്മുടെ അഞ്ജലി അല്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ നമുക്ക് ഉറപ്പായിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും. എന്താണെങ്കിലും രണ്ടാമത് സീൻ എന്ന് പറയുന്നത് ഹരീന്ദ്രൻ വക്കീല് ഈ പദ്മയെ സൂപ്പർ മാർക്കറ്റ് വെച്ച് കണ്ട കാര്യങ്ങളും അന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം രാഘവനുണ്ണിനെ കാട്ടുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് അപ്പോൾ രാഘവനുണ്ണി സന്തോഷവും മിക്കവാറും ഹരീന്ദ്രനോട് അസിസ്റ്റൻ്റായിട്ട് തന്നെ നീ കൂടിക്കോ, കുഴപ്പമില്ല, അന്ന് അങ്ങനെ പറഞ്ഞെങ്കിലും നീ കുഴപ്പമില്ല, നീ എൻ്റെ കൂടെ തന്നെ കൂടിക്കോ ഹരി എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പോംവഴി, എന്തെങ്കിലും ഒരു പഴുതിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയായിരുന്നു ഹരി അല്ലേ. എന്താണെങ്കിലും ഏറ്റവും അവസാനം വന്ന സീനുകളാണ് നമ്മളെ കുറച്ചധികം ആശങ്കപ്പെടുത്തുന്നത് കേട്ടോ. കാരണം ഏറ്റവും അവസാനത്തെ സീൻ എന്ന് പറയുന്നത് നമ്മുടെ അർജുൻ പറയുന്നത് നമ്മുടെ അഭി കേൾക്കുകയാണ് കേട്ടോ. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് അഡ്വക്കേറ്റ് അഞ്ജലിയാണ്, അവളാണ് എൻ്റെ പ്രണയിനി എന്ന് പറഞ്ഞിട്ട് അർജുൻ പറയുന്ന കാര്യങ്ങൾ എല്ലാം അഭി കേൾക്കുകയാണ്. അഭി ആണെങ്കിൽ ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന ഒരു സീന് നമുക്ക് പ്രൊമോയിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും വളരെ ഷോക്കിംഗ് ആയി അഭിക്ക് മാറിയിരിക്കുകയാണ്. ആദ്യം അർജുനാണെന്ന് പറഞ്ഞപ്പോൾ, അർജുൻ സ്നേഹിക്കുന്ന പെണ്ണ് അഞ്ജലിയാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം വിശ്വസിച്ചില്ല. അപ്പോൾ അതന്വേഷിക്കാൻ വേണ്ടി അഞ്ജലി എടുത്ത് പോയപ്പോൾ രാജീവൻ എന്ന് പറഞ്ഞു. അപ്പോൾ അഞ്ജലി രാജീവൻ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ വീണ്ടും അഭിക്ക് ആശ്വാസമായി. അപ്പോൾ അത് അഞ്ജലി അല്ലല്ലോ, സമാധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ സമാധാനം ഉണ്ടെന്ന് പുള്ളി ചിന്തിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നിട്ടാണ് ഇതാ ഷോക്കിംഗ് ആയി ഇടുത്തി പോലെ അർജുൻ്റെ വായിൽ നിന്ന് തന്നെ അഡ്വക്കേറ്റ് അഞ്ജലിയാണെന്നുള്ള ആ വാർത്ത, ആ സത്യം മനസ്സിലാക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും അഭിയുടെ ഇനി മുതലുള്ള റെസ്പോൺസ് എങ്ങനെയായിരിക്കും, അർജുനോട് എങ്ങനെയായിരിക്കും പെരുമാറാൻ പോകുന്നത് എന്ന് ആലോചിച്ച് നമുക്ക് ചില ആശങ്കകളുണ്ട് കേട്ടോ. അപ്പം അനുപമയുമായിട്ട് ഇങ്ങനെ അഭി വീട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്ന സീനോട് കൂടിയിട്ടാണ് വീക്കിൻ്റെ പ്രൊമോ അവസാനിച്ചിട്ടുള്ളത്. മിക്കവാറും അവിടെ എന്തെങ്കിലും വാക്കേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഇനി അഭി ഏത് രീതിയിലായിരിക്കും അർജുനോട് പെരുമാറാനായിട്ട് പോകുന്നത് എന്നാണ്. മിക്കവാറും അഭി അർജുനോട് ആ പ്രണയബന്ധത്തിൽ നിന്ന് നീ ഒഴിവായിക്കും, ശരിയാവില്ല എന്ന രീതിയിലൊക്കെ പറയാനും ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ മിക്കവാറും അർജുൻ പറയും എനിക്ക് പറ്റത്തില്ല, എനിക്ക് അഞ്ജലിനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. മിക്കവാറും എന്തായാലും ഹെവി സീനും അടിയും ബഹളമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി, വീക്കെൻഡ് പ്രൊമോയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് നാളെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾ എന്താണെങ്കിലും കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.